ഹായ് ഓൾ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂങ് ദാൽ ഹൽവ. നല്ല ട്രഡീഷണൽ സ്റ്റൈലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന്. പിന്നെ നമുക്ക് കാണാൻ എന്തൊക്കെ വേണം. ചെറുപയർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് 100 ഗ്രാം. അത് ഞാൻ 4-5 മണിക്കൂറത്തേക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കും. അതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അത് മിക്സി ജാറിൽ ഇട്ടിട്ടൊന്ന് തരിയെ തൂടി ഒരു ഇച്ചിരി വെള്ളം 2 സ്പൂൺ വെള്ളത്തിന് അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി തരിയത്തോട് വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. അത് നല്ല ചൂടായതിന് ശേഷം നമുക്ക് 1/2 കപ്പ് നെയ്യും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും കൂടെ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് നെയ്യും പിന്നെ അതിൻ്റെ മേളിൽ കൂടെ 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമുക്കത് മൊത്തം അരച്ചേക്കുന്ന അത് മൊത്തം അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യൽ പെട്ടെന്ന് അല്ലെങ്കിൽ ബ്രൗൺ ആയി പോവും, ഉള്ളിൽ നിന്ന് പച്ചയായിരിക്കും. അത് കാരണം കൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി നല്ല യമ്മി ആയിട്ടുള്ള ഹൽവ. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാൻ വേറൊരു അപ്പുറത്തെ അടുപ്പത്തിലാണ് ഞാൻ വേണമെങ്കിൽ 1/2 ലിറ്റർ പാൽ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം നമുക്ക് എടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്കത് പാൽ എടുക്കാൻ. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പം നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് വേണം അത് പാൽ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് നന്നായിട്ടൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി റോസ്റ്റായി വന്നു. ഇനിയിപ്പോൾ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് പാൽ എടുക്കാം. ഞാൻ 250 ml കപ്പിന് 2 കപ്പ് പാലാണ് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ ഞാൻ പാലിനകത്ത് ചാലിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനല്ല, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കകത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മൂങ് ദാൽ ഹൽവയുടെ പാകം ശരിക്കും നെയ്യൊക്കെ എല്ലാം നമ്മൾ ആഡ് ചെയ്തൊക്കെ നെയ്യെല്ലാം ഇറങ്ങി വരുന്നവരെ നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരം നല്ല ഹൽവ പാകത്തിനായി കിട്ടുന്നത്. ഇനി ഞാൻ അതിനകത്ത് 100 ഗ്രാം ഷുഗറും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ഷുഗറിനകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളം കൂടെ വേണം വറ്റി വരാനായിട്ട്. അതിന് ശേഷമേ നമ്മുടെ ഹൽവ റെഡി ആവത്തുള്ളൂ. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിസ്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂങ് ദാൽ ഹൽവയൊക്കെ കളറൊക്കെ മാറി വരുന്നുണ്ട്, നല്ല പാകത്തിനായി വരുന്നുണ്ട് മൂങ് ദാൽ ഹൽവ. നമുക്ക് ഏലക്കപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് നെയ്യൊക്കെ വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് നെയ്യ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചിട്ട് വേണം ഇളക്കി വേവിക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ 4 സ്പൂൺ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൂങ് ദാൽ ഹൽവ റെഡിയായി സെർവ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.